എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 41-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 41. തവാധാരേ മൂലേ സഹസമയ ലാസ്യപരയാ നവാത്മാനം മന്യേ നവരസമഹാതാണ്ഡവനടം ഉഭാഭ്യാം ഏതാഭ്യാം ഉദയവിധിമുദിശ്യതേയ സനാഥാഭ്യാം ജജ്ഞേ ജനകജനനീ മജ്ജഗതിദം. എന്നുകൂടെ പറയാം. തവാധാരേ മൂലേ സഹസമയ ലാസ്യപരയ നവാത്മാനം മന്യേ നവരസ മഹാതാണ്ഡവനടം ഉഭാഭ്യാം ഏതാഭ്യാം ഉദയവിധിം ഉദിശ്യതേയ സനാഥാഭ്യാം ജജ്ഞേ ജനകജനനീമത് ജഗതിദം. അല്ലയോ ജഗന്മാതാവേ, നിന്തിരുവടിയുടെ ദേവിയുടെ മൂലാധാര ചക്രത്തിൽ നൃത്തപ്രിയയായ സമയ എന്ന ദേവിയോടുകൂടി നവരസങ്ങളോട് ചേർന്ന മഹാതാണ്ഡവത്തിൽ അഭിനയിക്കുന്നവനായ ആനന്ദഭൈരവനെ ഞാൻ ധ്യാനിക്കുന്നു. പ്രളയത്തിൽ നശിച്ച ഈ ജഗത്തിൻ്റെ ഉത്പത്തിയെക്കുറിച്ച് ദയയോടുകൂടി ദമ്പതികളായി ഭവിച്ച ഇവർ ഇരുവരാൽ ഈ ജഗത്ത് മാതാപിതാക്കളോട് കൂടിയതായി ഭവിച്ചു എന്ന് പറഞ്ഞാൽ, അല്ലയോ ജഗന്മാതാവേ, അല്ലയോ അമ്മേ, അല്ലയോ ലോകജനനി, നിന്തിരുവടിയുടെ മൂലാധാര ചക്രത്തിൽ, അങ്ങയുടെ ദേവിയുടെ മൂലാധാര ചക്രത്തിൽ നൃത്തപ്രിയയായ സമയ എന്ന ദേവിയോടുകൂടി ആര് നൃത്തം ചെയ്യുകയാണ്? താണ്ഡവമാടുകയാണ്. നവരസങ്ങളോടുകൂടി, ശൃംഗാരം തുടങ്ങിയ നവരസങ്ങളോടുകൂടി മഹാതാണ്ഡവമാടുകയാണ്. അങ്ങനെയുള്ള ആനന്ദഭൈരവനെ ഞാൻ ധ്യാനിക്കുന്നു. അപ്പോൾ ദേവിയോടുകൂടി, സമയ എന്ന ദേവിയോടുകൂടി ആനന്ദഭൈരവനായിരിക്കുന്ന ഭഗവാനെ ഞാൻ ധ്യാനിക്കുന്നു. അപ്പോൾ ഈ പ്രളയത്തിൽ നശിച്ച ഈ ജഗത്തിൻ്റെ ഉത്പത്തിയെക്കുറിച്ച് ദയയോടുകൂടി, അപ്പോൾ ഈ ജഗത്തിന്, സർവം നശിച്ച ഈ ജഗത്തിന് വീണ്ടും എന്ത് ചെയ്തു? വീണ്ടും അതിനെ നിർമ്മിച്ചതാരാണ്? അതിനെ പുനർജനിപ്പിച്ചത് ഈ മഹാദേവിയും മഹാദേവനുമാണ്. അപ്പോൾ ജഗത്തിന് എന്തായി? ജഗത്തിന് ഇവർ മാതാപിതാക്കളായി. അപ്പോൾ മാതാപിതാക്കളായ നമ്മുടെ ഈ ജഗത്തിൻ്റെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഈ മഹാദേവിയും മഹാദേവനുമാണ്. അപ്പോൾ അങ്ങനെ ആ മഹാദേവിയും മഹാദേവനും മാതാപിതാക്കളായി ഉള്ളപ്പോൾ നമ്മൾ ഒരിക്കലും അനാഥരല്ല. ഈ ജഗത്തിലുള്ള എല്ലാവരും സനാഥരാണ്. കാര്യം അവരുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഈ മഹാദേവനും മഹാദേവിയുമാണ്. അപ്പോൾ നൃത്തത്തിൽ അതിപ്രീതിയോടുകൂടിയ ദേവിയോടൊന്നിച്ച്, ഇവിടെ നൃത്തത്തിൽ അതിപ്രീതിയോടുകൂടിയ ദേവി ആരാണ്? സമയ എന്ന ദേവിയാണ്. ആ ദേവിയോടൊന്നിച്ച് മൂലാധാര ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവനും ശൃംഗാരാദി നവരസങ്ങളോടുകൂടി അത്യന്തം ദർശനീയമായ അത്ഭുത താണ്ഡവത്തിൽ അഭിനയിക്കുന്നവനുമായ ആനന്ദഭൈരവനെ ഞാൻ ധ്യാനിക്കുന്നു. ഇവിടെ ശിവശക്തി മേളനത്തിൽ പരമാനന്ദമാണ്. അപ്പം ആനന്ദം വരുമ്പോഴാണ്, സന്തോഷം വരുമ്പോഴാണ് നൃത്തം ചെയ്യുന്നത്. അപ്പം ശിവൻ ചെയ്യുന്ന മഹാദേവൻ ചെയ്യുന്ന നൃത്തത്തെ താണ്ഡവമെന്നും ദേവി ചെയ്യുന്ന നൃത്തത്തെ ലാസ്യ നൃത്തവുമെന്നും പറയുന്നു. അപ്പോൾ ഇവിടെ സമയാദേവിയും ദേവനും ഒന്നിച്ച്, ആനന്ദഭൈരവനും കൂടി ഒന്നിച്ച് ആനന്ദ നൃത്തമാടുന്നു. അപ്പോൾ നൃത്തത്തിൽ അതിപ്രീതിയോടുകൂടിയ ദേവിയോടൊന്നിച്ച് മൂലാധാര ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവനും ശൃംഗാരാധി നവരസങ്ങളോടുകൂടി അത്യന്തം ദർശനീയമായ അത്ഭുത താണ്ഡവത്തിൽ അഭിനയിക്കുന്നവനുമായ ആനന്ദഭൈരവനെ ഞാൻ ധ്യാനിക്കുന്നു. അപ്പം നമുക്ക് ഇവിടെ എന്താണ്? നമ്മുടെ മാതാപിതാ, നമുക്ക് ഈ നശിച്ച ലോകത്തിൽ, അല്ലെങ്കിൽ നശിച്ചുപോയ മഹാപ്രളയത്തിൽ നശിച്ചുപോയ ആ മഹാപ്രളയത്തിൽ നശിച്ച ഈ ജഗത്തിൻ്റെ ഉത്പത്തിയാണ് ആര് ചെയ്തത്? ദമ്പതികളായി ഭവിച്ച ഈ ദേവനും ദേവിയും ചെയ്തത്. അവർ സൃഷ്ടിക്കുകയായിരുന്നു, പുനഃസൃഷ്ടി നടത്തി വീണ്ടും സൃഷ്ടിച്ചെടുത്തു ഈ ജഗത്തിനെ. അപ്പോൾ ഈ ജഗത്തിൻ്റെ മാതാപിതാക്കളായത് ഈ ദേവനും ദേവിയുമാണ്. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ദേവനും ദേവിയും ഒന്നിച്ച് നൃത്തം ചെയ്തതാണ് നമ്മൾ. അപ്പോൾ എപ്പോഴാണ് നൃത്തം വരുന്നത്? ശിവശക്തി മേളനത്തിൽ പരമാനന്ദത്തിലിരിക്കുമ്പോഴാണ് ഇവിടെ താണ്ഡവ നൃത്തവും ലാസ്യ നൃത്തവും വരുന്നത്. അങ്ങനെയുള്ള ദേവനെയും ദേവിയെയും ഞാൻ ധ്യാനിക്കുന്നു. അങ്ങനെയുള്ള ദേവനെയും ദേവിയെയും ഞാൻ സ്തുതിക്കുന്നു.
ഇവിടെ 41 ശ്ലോകങ്ങളാണ് നമ്മൾ സൗന്ദര്യലഹരിയിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 41ാമത്തെ ശ്ലോകമാണ് ഇത് സൗന്ദര്യലഹരിയിലെ ആദ്യ ഭാഗമായ ആനന്ദലഹരി എന്ന ഭാഗമാണ് ഇതുവരെ പറഞ്ഞത്. അടുത്തത് 42ാമത്തെ ശ്ലോകം മുതലാണ് സൗന്ദര്യലഹരി തുടങ്ങുന്നത്. ഇപ്പോൾ ശ്രീ ശങ്കരാചാര്യ വിരചിതമായ സൗന്ദര്യലഹരിയിലെ ആദ്യ ഭാഗമായ ആനന്ദലഹരി ഇവിടെ സമാപിക്കുകയാണ്. അടുത്തത് 42ാമത്തെ ശ്ലോകം മുതൽ സൗന്ദര്യലഹരി. ഈ 1 മുതൽ 41 വരെ പറഞ്ഞ ശ്ലോകങ്ങൾ ദേവീ തത്വങ്ങളായിരുന്നു. ഈ ദേവീ തത്വത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എന്തു വേണം? ഒരു ഗുരുമുഖത്ത് നിന്ന് തന്നെ അറിയണം. തന്ത്രവിദ്യയിൽ പ്രാവീണ്യം നേടിയ അല്ലെങ്കിൽ ഉത്തമനായ ഒരു ഗുരുവിൽ നിന്നാണ് നമ്മൾ ഈ ഓരോ ശ്ലോകത്തിൻ്റെയും വിശദമായ വ്യാഖ്യാനം അറിയേണ്ടത്. ഇവിടെ സാമാന്യമായി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാവർക്കും ഈ ദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തവാധാരേ മൂലേ സഹസമയ ലാസ്യപരയാ നവാത്മാനം മന്യേ നവരസമഹാതാണ്ഡവനടം ഉപാഭ്യാമേതാഭ്യാം ഉദയവിധിമുദിശ്യ ദേയാം സനാഥാഭ്യാം ജജ്ഞേ ജനകജനനീമത് ജഗതിദം. എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.